ഹലോ ഗൈസ്, എന്താണ് ഈ രേണുസുതി എന്താ സംഭവം? ഇത് ഈ മീഡിയക്കാർ ഈ രേണുസുതി ഐസ്ക്രീം തിന്നുന്നത് കണ്ടോ? രേണുസുതി മീൻ പൊരിച്ചത് തിന്നുന്നത്, രേണുസുതി ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് പ്രണയമാണ്. എടാ എന്താ ഈ രേണുസുതി എന്താ ആൾദൈവമാണ്? ഇങ്ങനെ ഈ ഇൻസ്റ്റങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ അങ്ങോട്ട് വെറുക്കപ്പോൾ ഇതെന്താ സംഭവം? ഈ സുധി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മൂപ്പര് മരിച്ച് അതിൻ്റെ ശേഷം ഇതിപ്പോൾ മൂപ്പരെ ഭാര്യ, ഇനിയിപ്പോൾ മൂപ്പരെ ഭാര്യ എന്തെങ്കിലും കാട്ടി അതിനെന്തെങ്ങനെ വൈത്തല നടന്ന് ഇങ്ങനെ വെറുപ്പിക്കണേ എൻ്റെ മോനെ. എന്നിട്ട് ഓല് പിന്നെ കുറച്ച് ഓവറാക്കി. സുധിയേട്ടൻ മറ്റേ മരിച്ച സുധിയേട്ടൻ്റെ മണം കിട്ടാൻ വേണ്ടി എന്തോ സ്പ്രേ ഉണ്ടാക്കി ആരോ കൊടുത്ത്, എന്നിട്ട് ആ സ്പ്രേ അടിക്കില്ല എന്ന് മറ്റേ മീഡിയക്കാർക്ക് ആൾക്കാർക്ക് അത് അടിക്കാതിൻ്റെ സങ്കടം. ഇവള് പറയണ അത് സ്പ്രേ അല്ല, അത് വേർപ്പ്. എന്നിട്ട് അത് ഇങ്ങനെ ഇട്ട് ഒരു രേണുസുതിനെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങി പോയി. ചമോ. പിന്നെ എനിക്ക് ചാനലിങ് കൂട്ടിയും കൊടുക്കാൻ തോന്നി എന്താ വെച്ചാൽ ഏതോ ഒരു തലച്ചോറ് നായി ഇന്ന തല ഇല്ലാത്ത ഏതോ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ടീം പോയിട്ട് ആ രേണുസുതിന്റെ ഏതോ ഒരു മോണ്ട് അതിനോട് ഇങ്ങനെ അമ്മന്റെ ആക്ടിങ് കാണാനല്ലോ, ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് പോകുമ്പോ എന്താ മോനക്ക് തോന്നല്, ഓരെന്താ കാട്ടല്, അങ്ങനെ ആ ഇന്റർവ്യൂ എടുക്കണ ഏതോ ഒരു പെണ്ണ ഓക്കൊന്നും തീരെ ഉളുപ്പില്ല. ചാനലിങ് കൂട്ടിയാണ് കൊടുക്കുക. അങ്ങനെ മുമ്പിലുണ്ട് പാലും കൂട്ടി ഒന്ന് കൊടുത്തിന് ഞാൻ. ഇള്ളി കയറിടത്തൊക്കെ കാണും. ഒരു കുട്ടീനോടല്ല അങ്ങനെയൊക്കെ ചോദിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മളെ അമ്മമാരെ കുറിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് അതൊക്കെ ആ ചെക്കന് കുറച്ചും കൂടി ഇതുണ്ടെങ്കിൽ പാട് പൊട്ടിച്ചിന്. ഒരുമാതിരി രേണുസുതി ഒന്ന് നിർത്തണം. ഇത് എന്ത് ഏതിനെ കൊണ്ട് കുടിയല്ല മനുഷ്യൻ രേണുസുതിന്റെ